ഹായ് ഫ്രണ്ട്സ്, മിയാൻ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വദേശ് മെഗാ ക്വിസ് LP-UP കൂട്ടുകാർക്ക് ചോദിക്കാവുന്ന വളരെയധികം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഒട്ടുമിക്ക വർഷങ്ങളിലും ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളും കൂടിയാണ്. അപ്പോൾ കൂട്ടുകാർ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജി ജനിച്ചത് എവിടെ? ഗുജറാത്തിലെ പോർബന്ദർ. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെ? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. ഗാന്ധിജി ജനിച്ചത് എന്നാണ്? 1869 ഒക്ടോബർ 2. പ്രസിദ്ധമായ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം നടത്തിയത് ആര്? ജവഹർലാൽ നെഹ്റു. 1947 ഇന്ത്യയിൽ നിന്ന് വേർപിരിഞ്ഞ രാജ്യമേത്? പാകിസ്ഥാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ നിയമം ഏത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ന്യൂഡൽഹി. റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആര്? ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? ഡോക്ടർ S രാധാകൃഷ്ണൻ. നമ്മുടെ ദേശീയ ഗാനം ഏത്? ജനഗണമന. ദേശീയ ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗീതം ഏത്? വന്ദേ മാതരം. രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24. ദേശീയ പതാകയുടെ നീളം വീതി അനുപാതം എന്ത്? 3:2. ദേശീയ മൃഗം ഏത്? ബംഗാൾ കടുവ. നമ്മുടെ ദേശീയ വൃക്ഷം ഏത്? ആൽമരം. നമ്മുടെ ദേശീയ ചിഹ്നം എടുത്തത് എവിടെ നിന്ന്? സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. ദേശീയ ചിഹ്നത്തിന് താഴെ നൽകിയിരിക്കുന്ന വാക്കുകൾ ഏവ? സത്യമേവ ജയതേ. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ മലയാളി വംശജൻ ആര്? അനിൽ മേനോൻ. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാര്? സുഭാഷ് ചന്ദ്രബോസ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് എവിടെ? 1911 കൽക്കട്ടയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ. ദേശീയഗാനം പൂർണ്ണമായി ആലപിക്കാൻ എത്ര സമയം വേണം? 52 സെക്കൻഡ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ന്യൂഡൽഹി. നേതാജി എന്നറിയപ്പെടുന്നത് ആര്? സുഭാഷ് ചന്ദ്രബോസ്.
ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു. ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്? നെഹ്റുവിൻ്റെ നവംബർ 14-നാണ് ശിശുദിനം. 1887 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നേടിയ രാജ്യമേത്? സ്പെയിൻ. ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആര്? ബാലഗംഗാധര തിലക്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? 1942. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത്? 1930. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏത്? 1885. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ജനപ്രിയമാക്കിയത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? 1919. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത് ആര്? റാണി ലക്ഷ്മിബായി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ആര്? ദാദാബായ് നവറോജി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച വർഷം ഏത്? 1929. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1917.